ആയിരം പിന്നാലെ. മതി, ഇനി നിങ്ങൾ ഇവിടുന്ന് ജൈവിച്ചോ. ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, ആയിരം പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 സീറ്റിലും ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരം തന്നെ പിടിക്കാനാണ് എന്റെ തീരുമാനം. അതെ, എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ അല്ല, തയ്യാറല്ല. ഞാൻ പറയുന്നു കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. ആഭ്യന്തരം വിട്ടൊരു കാലിരിക്കില്ല. അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ, തനിക്കറിയോ? എന്നെ ഒന്നുകൂടെ വന്നേ. അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം പറഞ്ഞേ? തന്റെ കാല് പിടിക്കണോ? തന്റെ മോന്റെ കാല് പിടിക്കണോ? ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ. അവന്റെ പിറകിൽ ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാണ്.